ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ലീവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സിക്ക് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ടൈം ടു റെസ്റ്റ് വെൻ യു ആർ സിക്ക്. നിനക്ക് സിക്കാൻ കഴിഞ്ഞ് നീ റൂമിലിരിക്കാം കേട്ടോ, അതാണ് സിക്ക് ലീവ്. ജർമ്മനിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസം വയ്യാന്ന് വിചാരിക്കാം. ഒരിക്കലും പറയണ്ട, നമ്മുടെ വാർഡിൽ വിളിച്ച് പറയാം എനിക്ക് വയ്യ 3 ദിവസം വരാൻ വേണ്ടിയിട്ട്. അവരെന്താ കാര്യമൊന്നും ചോദിക്കില്ല, ഞാൻ വരുന്നില്ല, ഓക്കെ ബൈ ബൈ കഴിഞ്ഞു. നമുക്ക് ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത്, നമ്മുടെ ഹൗസ് സർജൻ്റെ അടുത്ത് പോകേണ്ട, ആരോടും ഒരു സ്ഥലത്തേക്കും പോകേണ്ട, നമുക്ക് റൂമിലിരിക്കാം. 3 ദിവസത്തിൽ കൂടുതൽ റൂമിലിരിക്കാം വിത്ത് പേയ്മെൻറ്റോട് കൂടെ. 3 ദിവസത്തിൽ കൂടുതലാണ് നിങ്ങൾക്ക് ലീവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ഹൗസ് സർജൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് പറയാം എനിക്ക് ഇപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, എത്ര നാളെ നിങ്ങൾക്ക് വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഷോൾഡർ പെയിനൊക്കെ ആണെങ്കിൽ അവർ MRT ഒക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി പറയും. അവരൊക്കെ റെഫർ ചെയ്ത് തരും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വീട്ടിലിരിക്കാം വിത്ത് പേയ്മെൻറ്റോട് കൂടെ. അപ്പോൾ വിത്ത് പേയ്മെൻ്റാണ്, നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റും. 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പോകേണ്ട, വീട്ടിലിരിക്കാം. അതിനും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് സർജൻ്റെ അടുത്തൊക്കെ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വീണ്ടും വീട്ടിലിരിക്കാം. നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ നമ്മളെക്കുറിച്ച് ആകുലപ്പെടുന്ന കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരിക്കും. അത് പാവം പിള്ളേരുകൾ ഒരു വയ്യാണ്ട് വീട്ടിലിരിക്കാണല്ലോ, എത്ര ദിവസമായി ഞാനൊക്കെ പണിക്ക് വരാം, അവളൊക്കെ വീട്ടിലിരിക്കാമെന്ന് ആലോചിക്കുന്ന സ്റ്റാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് കാണാം. ഇഗ്നോർ ചെയ്യുക, ഒന്നല്ല ഇഗ്നോർ ചെയ്യുക അവരെ കുറിച്ച്. കാരണം നമുക്ക് വയ്യെങ്കിൽ നമ്മൾ പോവാതിരിക്കുക. കാരണം അവരുടെ വീട്ടിൽ നിന്നിട്ടല്ല നമുക്ക് പൈസ തരുന്നത്, നമുക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എംപ്ലോയറൊക്കെയാണ് പൈസ തരുന്നത്. പിന്നെ വേറെ വിഭാഗം ആൾക്കാരെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഓൾറെഡി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ മിണ്ടാതിരിക്കാം. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ബൈ ബൈ.